അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉപകാരമാവാനായിട്ട് വഴിയുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് കിടക്കണേക്കാട്ട് മുമ്പ് നിങ്ങൾക്ക് ഒരു എഞ്ചിനെ പരിചയപ്പെടുത്തി തരാം. അതിനുശേഷം അവസാനം നിങ്ങൾക്ക് എന്താണ് ഉപകാരമാവാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശോക് ലൈലാൻഡിന്റെ ബസ്സാണ് ഈ കിടക്കണ കേട്ടാ. ലൈലാൻഡിന്റെ ബസ്. അപ്പൊ ഈ ലൈലാൻഡിന്റെ ബസ്സിന്റെ AC-ക്ക് സെപ്പറേറ്റ് എഞ്ചിനാണ് കൊടുത്തേക്കണത്. അത് കണ്ടില്ലേ? അപ്പൊ നമ്മുടെ നിസാറായിട്ട് അതിന് വർക്ക് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകംപ്രഷൻ ആണ്. കംപ്രഷൻ പുറത്തോട്ട് പോവുക, അതാണ് ഇതിന്റെ കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കണത്. പിന്നെ പോരാത്തതിന് ഇതിന് 10 ലിറ്ററാണ് നമ്മുടെ ഓയിലിന്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്തപ്പോ ഇതില് 20 ലിറ്റർ ഓയില് കയറ്റിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ കാരണം കേട്ടാ. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം, എല്ലാവർക്കും ഉപകാരമാവും എന്ന് പറഞ്ഞ കാര്യം, അത് വേറൊന്നല്ല, ഓയിലിന്റെ കേസാണ്. നമുക്ക് വണ്ടിയിൽ ഓയിൽ ചെക്ക് ചെയ്യാനായിട്ട് ഡിപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കറക്റ്റ് അളവും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാൻ പറയണത് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, കൂടിയാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റംഷാദാറിൻ്റെ ഒരു വണ്ടി ഒരു ഗിയർ വീഴുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് വന്നു. അപ്പോൾ ആൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഗിയർ ഓയിൽ കൂടുതലായതുകൊണ്ട് ഗിയർ വീഴുന്നില്ല. അതിന് കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത് ആൾ കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം നോക്കിയപ്പോൾ ഗിയർ വീണു. അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ഓയിൽ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കമൻറ്റ് ചെയ്യും. എൻജിൻ ഓയിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യും. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കംപ്രഷൻ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോയും ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ പിസ്റ്റനിൽ വരുന്ന റിങ്ങുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് റിങ്, അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് റിങ്, അതുപോലെ തന്നെ ഓയിൽ റിങ്. ചിലപ്പോൾ ഒരു പക്ഷേ ആളുകൾ കംപ്രഷൻ റിങ്, അതുപോലെ സെക്കൻഡ് കംപ്രഷൻ റിങ്, അതുപോലെ ഓയിൽ റിങ് അങ്ങനെയാണ് പറയുക. കുറേ പേരുകളിലൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ.